പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു. അടുത്ത പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ വർഷത്തിന്റെ ആരംഭം കണ്ട നമ്മെ അവസാനത്തെ ദിവസവും കാണാൻ സഹായിച്ചു, അല്ലേ? നാം ദൈവത്തിന് നന്ദി പറയുവാൻ ബാധ്യസ്ഥരായിരിക്കുന്നു. കടന്നുവന്ന പാതയെ തിരിഞ്ഞു നോക്കൂ. ഈ വർഷം എത്ര കുണ്ടും കുഴികളും ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും കഷ്ടങ്ങളും തടസ്സങ്ങൾ എല്ലാറ്റിനെയും മറികടക്കുവാനായി ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. അതിന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ഒരു വേദവചനം ഓർമ്മിക്കണം. ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് കണ്ടുവല്ലോ. യഹോവ ഈ വർഷം മുഴുവനും വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, അല്ലേ? പൊതുവെ ഗ്രാമങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ആൾക്കൂട്ടമായിരിക്കും. ജനങ്ങൾ നിറഞ്ഞു കവിയുന്നത് ചെറിയ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ അവരെ നടത്തിക്കൊണ്ടുവന്നാൽ ഒരു കാഴ്ചയും കാണാൻ സാധിക്കില്ല. രണ്ടാമത്തേത്, ആൾക്കൂട്ടത്തിൽ കാണാതാകാനും ഇടയായേക്കും. അതിനാൽ പിതാവ് എന്തു ചെയ്യും? കുഞ്ഞിനെ തോളത്തിരുത്തി കൊണ്ടുവരും. കണ്ടിട്ടുണ്ടോ? 2 കാലുകളും തൂക്കിയിട്ട് തലയിൽ പിടിച്ച് പിതാവിന്റെ തോളിൽ ഇരുന്നുകൊണ്ട് മക്കള് കാഴ്ചകൾ കണ്ട് രസിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാവില്ല, ഒന്നിനെക്കുറിച്ചും ശങ്കയുണ്ടാവില്ല, ആപത്തുണ്ടാവില്ല. ആർക്കും അവരെ തൊടാനാവില്ല. പിതാവിന്റെ തോളിൽ ഇരുന്നു കൊണ്ട് പോകും. അതേപോലെയാണ് ദൈവം നമ്മെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു, ഇന്ത്യയിൽ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലാണ് പിതാവ് മക്കളെ തോളിൽ ചുമക്കുന്നത് എന്ന്. ഞാൻ അമേരിക്ക രാജ്യത്ത് പോയിരുന്നില്ലേ, അമേരിക്ക, ന്യൂയോർക്ക് സിറ്റിയിൽ ഒരിക്കൽ ബസാറിലൂടെ നടന്നുകൊണ്ട് ഞാൻ പോയപ്പോൾ വെള്ളക്കാരും അവരുടെ മക്കളെ തോളിൽ ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ഇവിടെ ഓസ്ട്രേലിയയിലും ഞാനത് കണ്ടിട്ടുണ്ട്. എല്ലാ നാടുകളിലും പിതാക്കന്മാരുടെ സ്നേഹം അവരുടെ കുട്ടികളെ ചുമക്കുവാൻ തോളുകളിൽ സ്ഥലം കൊടുത്ത് അവരെ കൊണ്ടുപോകുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതാണ് വേദപുസ്തകം പറയുന്നത്. ഒരു മകനെ അവന്റെ പിതാവ് വഹിക്കുന്നത് പോലെ ദൈവം നമ്മെ ഇതുവരെ വഹിച്ചുകൊണ്ടുവന്നു. അതുകൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്, സുരക്ഷിതരായിരിക്കുന്നത്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ദൈവമേ, ഈ വർഷം മുഴുവനും എന്നെ വഹിച്ചുകൊണ്ടുവന്നു. എന്നെ താഴെ നടത്താൻ അനുവദിച്ചില്ല, ഒരാപത്തും എന്നെ തൊടാൻ അനുവദിച്ചില്ല. എന്നെ സംരക്ഷിച്ച് തോളിൽ വെച്ച് ചുമന്നുകൊണ്ടിരുന്നു. ആ സ്നേഹത്തെ ഓർത്തങ്ങയെ സ്തുതിക്കുന്നുവെന്ന് സ്തുതിച്ചുകൊണ്ടേയിരിക്കൂ. നിങ്ങൾ സ്തുതിച്ച് 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 ആ സ്തോത്രത്തോടെ ഈ പുതിയ വർഷത്തിലേക്ക് കടക്കണം. അപ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പുതിയ വർഷത്തിലേക്ക് കടന്നാൽ ദൈവം പുതിയ നന്മയും അനുഗ്രഹവും നൽകും. പുതുവത്സരത്തിന് ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? നാളെയാണ് അതറിയാൻ പോകുന്നത്. ഇപ്പോൾ ദൈവത്തോട് പറയാമോ, ദൈവമേ, ഒരു പിതാവ് മകനെ വഹിച്ചുകൊണ്ടു പോകുന്നത് പോലെ എന്നെയും എന്റെ കുടുംബത്തെയും ഈ വർഷം മുഴുവനും വഹിച്ചുകൊണ്ടു വന്നുവല്ലോ. അനേകം ആപത്തുകളും ഞെരുക്കങ്ങളും എന്റെ നേരെ വന്നപ്പോഴും അങ്ങ് തോളിൽ വെച്ച് ഒരു പിതാവ് മകനെ വഹിക്കുന്നത് പോലെ വഹിച്ചുകൊണ്ടുവന്നു. ഒരു ദോഷവും എന്നെ തൊടാത്ത വിധത്തിൽ എന്നെ സംരക്ഷിച്ചു. അതിനായി സ്തോത്രം, സ്തോത്രം. ഇന്നുവരെ നടത്തിക്കൊണ്ടുവന്ന ദൈവത്തിന് സ്തോത്രം. പുതിയ വർഷത്തെ കാണിക്കാൻ പോകുന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.